ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് നല്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇത് അപ്പം, ദോശ, പത്തിരി, പൊറോട്ട, നെയ്ച്ചോറ്, അതുപോലെ തന്നെ നമ്മളെ നാടൻ ചോറ്, അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു 3 സവാള എടുത്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഇങ്ങനെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ മീഡിയം പഴുപ്പുള്ള 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കടായി വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടായിട്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തെല്ലാം നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് എടുക്കണം. പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാല എല്ലാം വഴറ്റിയിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കന് എല്ലോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഈ ചിക്കൻ നന്നായിട്ട് ഈ മസാലയിൽ കോട്ടാവണം. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് ഇതിൽ കിടന്ന് തിളക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ വേവുന്ന വരെ തിളച്ച് വരട്ടെ. ഇനി ഞാനിവിടെ തേങ്ങാപ്പാലാണല്ലോ ചിക്കനിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനൊരു വലിയ കപ്പ് തേങ്ങ ചുരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും മസാലയുടെ കുത്തുമണം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുമാണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കൊരു വലിയ ബൗൾ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളക്കാൻ പാടില്ല. ഒരു 1-2 തിള വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിടണം. ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ വരെ ഇത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. അപ്പോൾ ബൈ.